ചീമേനിയിൽ അനുവദിച്ച ഫയർ സ്റ്റേഷൻ ആവശ്യമായ തസ്തികകൾ സൃഷ്ടിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. തൃക്കരിപ്പൂർ മണ്ഡലം എംഎൽഎ എം രാജഗോപാലനാണ് ഇക്കാര്യം അറിയിച്ചത്. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. 2024-25 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് ചീമേനിയിൽ പുതിയ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാനായി 3 കോടി രൂപ അനുവദിച്ചത്. ഇതേ തുടർന്ന് PWD കെട്ടിട വിഭാഗം മുഖേന DPR തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ച് പദ്ധതിക്കുള്ള ഭരണാനുമതിയും ലഭ്യമാക്കിയിരുന്നു. പലയിടങ്ങളിലും വൻ തീപിടുത്തമുണ്ടായാൽ ഏറ്റവും വേഗത്തിൽ അഗ്നിശമന സേനാ വിഭാഗത്തിന് പലപ്പോഴും എത്താൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ചീമേനി തുടങ്ങാൻ വേണ്ടി ആലോചിക്കുകയും ബജറ്റ് പ്രപ്പോസലിൽ നമ്മളൊരു നിർദ്ദേശം 2024-25 നിർദ്ദേശങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. അതിനെ തുടർന്ന് 3 കോടി രൂപയാണ് സർക്കാർ അതിന് അനുവദിച്ചത്. അപ്പോൾ അതിൻ്റെ DPR ഒക്കെ തയ്യാറാക്കി PWD കെട്ടിട വിഭാഗം ഒരു മുഖാന്തരം തന്നെ സർക്കാരിലേക്ക് സമർപ്പിച്ചു. തുടർന്നാണ് ഇതിനിപ്പം AS കിട്ടിയത്, ഭരണാനുമതി ലഭ്യമായിട്ടുള്ളത്. മാത്രമല്ല, കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും നിർമ്മിക്കാൻ സമയമെടുക്കുമെന്നതിനാൽ കയ്യൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അധികൃതരുമായി സംസാരിച്ച് കയ്യൂരിലുള്ള ബാങ്കിന്റെ പഴയ കെട്ടിടം ഫയർ സ്റ്റേഷന്റെ താൽക്കാലികമായ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനത്തിലും എത്തിയിട്ടുണ്ട്. ഇതെല്ലാം മുൻനിർത്തി ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് മുഖേന ആവശ്യമായ തസ്തികകൾ അനുവദിക്കുന്നതിന് സർക്കാരിലേക്ക് ശുപാർശ നൽകുകയും മുഖ്യമന്ത്രിയോട് നേരിട്ടുന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് ഇപ്പോൾ ആവശ്യമായ തസ്തികകൾ സൃഷ്ടിച്ച് ഫയർ സ്റ്റേഷൻ ആരംഭിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നതെന്നും തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം MLA എം രാജഗോപാലൻ അറിയിച്ചു. ഇപ്പോൾ താൽക്കാലിക കെട്ടിടം എന്ന നിലക്ക് ഇപ്പോൾ കയ്യൂർ കെട്ടിടം ലഭ്യമാണ്. കയ്യൂർ സർവീസ് ബാങ്കിൻ്റെ അധീനതയിലുള്ള പഴയ കെട്ടിടം ഇതിൻ്റെ ഓഫീസും സംവിധാനമായിട്ട് ആരംഭിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്കും എല്ലാം പോയെങ്കിലും സ്റ്റാഫിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി. അപ്പോൾ പോസ്റ്റ് ക്രിയേഷൻ്റെ കാര്യം പിന്നെ മന്ത്രിസഭ തീരുമാനം എടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് നിരവധി ഘട്ടങ്ങളായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ അടക്കം നിയോഗിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നത്. മലയോര മേഖലയ്ക്ക് ഏറെ പ്രയോജനപ്പെടുന്നതും ദീർഘകാലത്തെ ആവശ്യവുമാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. ചീമേനി ടൗണിന് സമീപം പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കയ്യിൽ നിന്നും 3 ഏക്കർ ഭൂമി നേരത്തെ തന്നെ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനു വേണ്ടി ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന് അനുവദിച്ചിരുന്നു. 520 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള കെട്ടിടമാണ് ഫയർ സ്റ്റേഷന് വേണ്ടി നിർമ്മിക്കുക. 5 ഫയർ എഞ്ചിനുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന ഗ്യാരേജ്, മെക്കാനിക് റൂം, വുമൺസ് റെസ്റ്റ് റൂം, സ്റ്റെയർ റൂം, ഓഫീസ് റൂം, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെയർ റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെയുമാണ് കെട്ടിടം പണിതൊരുക്കുക. കൂടാതെ ചീമേനി കുന്നുംകൈ റോഡിൽ നിന്നും ഫയർ സ്റ്റേഷനിലേക്ക് 5 മീറ്റർ വീതിയിലും 50 മീറ്റർ നീളത്തിലും ടാറിംഗ് റോഡും ഓഫീസിനും അനുബന്ധ പ്രദേശങ്ങൾക്കും ഇന്റർലോക്കും വാട്ടർ സബ് ടാങ്കും അനുബന്ധമായി സ്ഥാപിക്കും. ഫയർ സ്റ്റേഷന്റെ വൈദ്യുതീകരണത്തിനായി 20 ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് പ്രവൃത്തികൾ ചെയ്യുന്നതിനായി 6 ലക്ഷം രൂപയും ഫയർ ഫൈറ്റിംഗ് വർക്കുകൾക്കായി 1 ലക്ഷം രൂപയും ഉൾപ്പെടെയാണ് 3 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുള്ളതെന്നും MLA എം രാജഗോപാലൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.